ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു മോരും വെള്ളമാണ്. മോരും വെള്ളത്തിന് എന്ത് ഇത്ര പ്രത്യേകത എന്നായിരിക്കും. അപ്പോൾ ഈ മോരും വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കറ്റാർവാഴപ്പോള ഇട്ടാണ് ഇന്നത്തെ മോരും വെള്ളം തയ്യാറാക്കുന്നത്. മോരും വെള്ളത്തിനകത്ത് കറ്റാർവാഴപ്പോള മിക്സ് ചെയ്തെടുക്കും. അപ്പം ഈ കറ്റാർവാഴപ്പോളയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അലോവേര എന്ന് പറയും. അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴപ്പോള. അപ്പം ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് ധാരാളം കുടിക്കാറുണ്ട്. അവിടെ ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് കറ്റാർവാഴപ്പോള ഇട്ട ഈ മോരും വെള്ളം എന്ന് പറയുന്നത്. കറ്റാർവാഴപ്പോളയുടെ ഔഷധ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിക്കും, നമ്മുടെ മുഖത്തെ പാടുകളുടെ സ്ക്രാച്ചുകളൊക്കെ മാറും. പിന്നെ അതേപോണക്കം ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ കറ്റാർവാഴപ്പോള എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ലിവർ ക്ലീൻ ചെയ്യും എന്നതാണ് ഈ കറ്റാർവാഴപ്പോള കൊണ്ടുള്ള ഗുണം. പിന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കറ്റാർവാഴപ്പോള കട്ട് ചെയ്തുകൊണ്ട് വരാം. കറ്റാർവാഴപ്പോള കട്ട് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഇവിടെ അമ്മ വെച്ച് വളർത്തിയ കറ്റാർവാഴപ്പോള ഉണ്ട്. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കറ്റാർവാഴപ്പോള. അമ്മ വെച്ച് വളർത്തി വെച്ചേക്കാണ് ചെടിച്ചട്ടിയിലായിട്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തുകൊണ്ട് പോകാം. അപ്പം നമ്മുടെ കറ്റാർവാഴപ്പോള നല്ലൊരു പീസ് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാം. നല്ല നോക്കി ഒരെണ്ണം കട്ട് ചെയ്യാം. അപ്പം നല്ലൊരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയി ഒന്ന് കഴുകി വെക്കണം. കഴുകി എടുത്തിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് ഇതൊരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കണം, ഇതിൻ്റെ ഈ കറയൊക്കെ ഒന്ന് മാറാനെ കൊണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് കഴുകി എടുക്കാം. 2 പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി നല്ലോണമൊക്കെ എടുക്കണം. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴപ്പോളയുടെ കറ കളയാനെ കൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. അപ്പം ഈ കറ മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറ്റാർവാഴപ്പോള ഒന്ന് കീറി ഇതിനകത്ത് ജെല്ലെടുക്കാം. അപ്പോൾ നമ്മുടെ കറ്റാർവാഴപ്പോള കീറി ജെല്ലെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ സൈഡ് നല്ല ഉണക്കും ചെത്തിക്കളയണം നമുക്ക്. ഇത് ഈ മുള്ളുള്ള ഭാഗം ചെത്തിക്കളയാം. ചെത്തിക്കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കഷ്ണിക്കണം. എന്നിട്ട് ഇത് നടുക്കൂടെ കീറണം. നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ പച്ച തൊലി വീണ് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഈ പച്ച തൊലി മാക്സിമം ഒഴിവാക്കണം. നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കീറിക്കഴിഞ്ഞ് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ജെല്ല് എടുക്കാം. തൊലി എടുക്കരുത്. തൊലി എടുത്താൽ ഭയങ്കര കയ്പ്പായിരിക്കും, അൺസൈക്കബിൾ കയ്പ്പായിരിക്കും. കണ്ടോ? ഈ ജെല്ല് മാത്രം എടുത്താൽ മതി. തൊലി വീണിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റണം. മാക്സിമം തൊലി എടുക്കരുത്. ഈ അകത്തെ ജെല്ല് മാത്രമേ എടുക്കാവൂ. അടുത്ത പീസും എടുത്ത് കീറി അതേപോണക്കും തന്നെ നമുക്ക് എടുക്കാം. അതിനകത്ത് ചെറുതായിട്ട് തൊലി വന്നിട്ടുണ്ട്. ആ തൊലി നമ്മൾ എടുത്ത് കളയും, അല്ലെങ്കിൽ കഴിച്ചുള്ള ഊപ്പാട് വരും. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ആൽക്കഹോളിക് എഫക്റ്റ് കൊണ്ട് ലിവറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാനെ കൊണ്ടാണ് പ്രധാനമായിട്ടും കറ്റാർവാഴപ്പോള യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 3 ഗ്ലാസ് 4 ഗ്ലാസ് അലോവേര വെച്ചുള്ള മോരും വെള്ളം ഉണ്ടാക്കാനെ കൊണ്ട് ഇത്രയും ജെല്ല് മതി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ല് നമ്മൾ
മിക്സിക്കകത്തിട്ട് നല്ലോണമൊക്കെ ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഈ കുറുകിയത് കണക്കുള്ള പരിപാടി മാറിയിട്ട് അടിപൊളി ലൂസായിട്ട് ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് മോരും വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ അലോവേര ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മോരും വെള്ളത്തിൻ്റെ വീഡിയോയിലോട്ട് പോകാം. മോരും വെള്ളം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മോരും വെള്ളം ഉണ്ടാക്കാനുള്ള കറ്റാർവാഴപ്പോള മിക്സിയിൽ അടിച്ചതാണിത്. ഇപ്പോൾ നല്ലോണമൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് മോരാണ്. ഇതിനകത്തിപ്പോൾ 2 നാരങ്ങയില ഇട്ടിട്ടുണ്ട്. മോരാണ്, പ്യൂർ മോരാണ്. പിന്നെ ഇത് ഇഞ്ചിയാണ്, ഇഞ്ചി ചതച്ചത്. പിന്നെ നമ്മുടെ കൊച്ചുള്ളി, ചുമന്ന കൊച്ചുള്ളി ചതച്ചത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇതിനകത്ത് നമ്മൾ മോരും വെള്ളത്തിൻ്റെ ഐറ്റംസ് ഈ കറ്റാർവാഴപ്പോളയുടെ നീര് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ആ ജെല്ല് അടിച്ചെടുക്കുന്നത് മാത്രമേ ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട്. പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി എടുത്താൽ മതി. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് കൊച്ചുള്ളിയാണ്, തണുപ്പിന് നല്ലതാണ്, വയറിനൊക്കെ തണുപ്പ് ആവാനെ കൊണ്ട് നല്ലതാണ്. ഇപ്പോൾ കൊച്ചുള്ളി നമുക്കൊരു കുറച്ച് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ കറ്റാർവാഴപ്പോള ഉണ്ടല്ലോ, കറ്റാർവാഴപ്പോള നീര് നമ്മളെടുത്തത് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകാണ്, പച്ചമുളക് ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ എടുത്ത് വെച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അത് ഇപ്പം നല്ലോണം ഇത് മിക്സ് ആയിട്ടുണ്ട്, കറ്റാർവാഴപ്പോളയും എല്ലാം കൂടി. ഇനി നമ്മുടെ മോരാണിത്. മോര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളം നമുക്ക് എടുക്കാം. ഇത് കുറച്ച് ഐസാ, ഒരു ഇച്ചിരി തണുപ്പിന് വേണ്ടിയിട്ടൊരു 2 ഐസ് കട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളം. കിടുക്കായിരിക്കും. നിങ്ങളും ഉണ്ടാക്കി നോക്കണം, കുടിക്കണം. നല്ല ടേസ്റ്റാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു പാനീയമാണ് ഈ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളം കിടുക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത്. നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇടുക്കായിട്ടുണ്ട്. മീശയിലൊക്കെ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കറ്റാർവാഴപ്പോള എന്ന് പറയുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇഷ്ടംപോലെ വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് ഈ കറ്റാർവാഴപ്പോള എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കറ്റാർവാഴപ്പോള ഇട്ട മോരും വെള്ളം ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, കുടിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കറ്റാർവാഴപ്പോള ഇട്ട വെള്ളം, മോരും വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.